ഉണ്ണിയേട്ടാ പെട്ടി ഫുള്ളായി. ഒരു പെട്ടിയും കൂടി ഇല്ല, ആ പെട്ടിക്കകത്തേക്ക് വെക്കി. അതൊക്കെ ഫുള്ളായി, ഇനി കുറെ വെക്കാണ്ട്. അതിന് ഒരു വഴിയുണ്ട്. ഫ്ലീറ്റ് കൊണ്ടല്ലേ? അതന്നെ. ഫ്ലീറ്റ്കോ എന്നൊരു ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ആണ് കേട്ടോ. അവർക്ക് 15 പരം രാജ്യങ്ങളിലേക്ക് ഡെലിവറി സർവീസസും ഉണ്ട്. അവർക്ക് 3 ഡ്രോപ്പ് പോയിന്റ്സ് ആണുള്ളത്. കേരളത്തിൽ കൊച്ചിയിലും കാലിക്കറ്റിലും തമിഴ്നാട്ടിൽ ചെന്നൈയിലും ഉണ്ട്. കേരളത്തിൽ എവിടെ വേണേലും അയക്കാനുള്ള പാക്കേജസ് വന്ന് കളക്ട് ചെയ്യട്ടോ. 20 kg ആൻഡ് അബവ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യും. അതല്ല 20 kgക്ക് താഴെയാണെങ്കിൽ 750 rupees അവർ ചാർജ് ചെയ്യും. കളക്ഷന് വേണ്ടി ഒരു ബോക്സിൽ പാക്ക് ചെയ്ത് വെച്ചാൽ അവർക്ക് അത് എളുപ്പം. പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ ഡെലിവറി എത്തിട്ടോ. 12 to 15 days ആണ് ഡെലിവറി ടൈം. ബട്ട് ഇൻ കേസ് തിരക്കുള്ള സമയമാണെങ്കിൽ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ഓണം ടൈം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ബട്ട് നോർമലി 12 to 15 days ഉള്ളിൽ എത്തും. ഡോർ സ്റ്റെപ്പ് ഡെലിവറി ആണ് കേട്ടോ. നല്ല പാക്കിങ്, എല്ലാം നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട്. മസാലകൾ ഇതൊക്കെ അവൻ്റെ ഫുഡാണ്. ഇനി അതല്ല, നിങ്ങൾ അവരോട് ലിസ്റ്റ് പറയുവാണെങ്കിൽ അവർ നമുക്ക് വാങ്ങിച്ച് ഇങ്ങോട്ട് പാക്ക് ചെയ്ത് അയച്ചു തരും. അവരോട് ചോദിച്ചു അവരിന് ആഡ് ചെയ്യാൻ പറ്റുമോ മൺചട്ടി ഇതിലേക്ക്. അപ്പോൾ അവർ തന്നെ പോയി വാങ്ങിച്ചു, എന്നിട്ട് അവർ തന്നെ പാക്ക് ചെയ്തു. ഒരു കുഴപ്പമില്ല. ചട്ടി ഓൺ ലിസ്റ്റിലാണ്. താങ്ക് യു. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനാണ്. ഇത് അവൻ്റെ ഒരു ടോയാ. നമ്മൾ സാധാ രീതിയിൽ ചുമ്മാ കൊടുക്കുക ചെയ്തത്. ഞങ്ങളൊന്നും പാക്ക് ചെയ്ത് കൊടുത്തല്ലോ കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന് ജസ്റ്റ് ഒരു 2 സാധനങ്ങൾ കൊണ്ട് ഫുള്ള് അവിടെ കൊണ്ട് കൊടുത്തു. അവരെ ഫുള്ള് പാക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങനെയാ കൊടുത്തത്. നന്നായിട്ട് പാക്ക് ചെയ്തു. ഒന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഓൾറെഡി വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ചതാണ്. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളിൽ കസ്റ്റംസ് ചെക്കിൽ പെടുന്നതും പെടാത്തതും ഏതാണെന്നുള്ളത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പൊതുവെ ഷാർപ്പ് ഐറ്റംസ് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ പുറത്തുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്ലീറ്റ്കോ ഇന്റർനാഷണൽ ചെക്ക് ചെയ്യുക. അവരുടെ പേജ് ചെക്കൗട്ട് ചെയ്യുക. അതിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അയക്കാനുണ്ടെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് ഇവരുടെ കൊറിയർ വഴി അയക്കാൻ പറ്റും. അവരുടെ സർവീസ് നോക്കിയിട്ട് അഭിപ്രായം പറയാം.